ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റോഡ്സ് ഓഫ് കുവൈറ്റ്. നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ തൊപ്പി മാറ്റാൻ സമയമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊപ്പി വെച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നതും അതുപോലെ യൂട്യൂബിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനിതിൽ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു കാര്യം നോക്കിയിട്ടുണ്ട്. ഞാൻ ലേഡൻസിറ്റ് എറണാകുളത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ജൂലൈ 8 തീയതിയാണ് എൻ്റെ സർജറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഡോക്ടറെ പോയി ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനെന്ന് വെച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ബ്ലഡ് ടെസ്റ്റും അതുപോലെ ECG എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പം അതിൻ്റെ കൂടാതെ നമുക്ക് 10 ദിവസം, അതായത് സർജറിക്ക് 10 ദിവസം മുമ്പ് നമുക്ക് മെഡിസിനും കാര്യങ്ങളും തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാമ്പു തരുന്നുണ്ട്, ഡാൻഡ്രഫിൻ്റെ ഷാമ്പു തരുന്നുണ്ട്. അപ്പോൾ ഇത് 10 ദിവസം കഴിക്കുക. ഞാൻ മെഡിസിൻ ഒന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് തന്നേക്കുന്ന ക്യാപ്സ്യൂൾ. ഇത് സർജറിക്ക് 10 ദിവസം മുമ്പ് നമ്മളിത് കഴിക്കണം. ഇതാണ് സാധനം, ഇട്രാസൊനാസോൾ. അതുപോലെ തന്നെ കെറ്റോസനാസോൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഷാമ്പു. ഇത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ 10 ദിവസം മുമ്പ്, സർജറിക്ക് 10 ദിവസം മുമ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെല്ലാനെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർജറിക്ക് 2 ദിവസം മുമ്പ് നമ്മൾ ഡോക്ടറെ പോയി കാണുക. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് പോകാം. അതായത് 2 ദിവസം മുമ്പ് നമ്മൾ ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ പോയി കണ്ടിട്ട് നമ്മളുടെ ഡാൻഡ്രഫ് ഇഷ്യൂവോ അല്ലെങ്കിൽ ബാക്കി നമുക്ക് എയർലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മുടെ എയർലൈൻ നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് പറയുകയും ഡോക്ടറുമായിട്ട് ഇച്ചിരി ഫ്രണ്ട്ലി ആവുകയും പിന്നെ അതുപോലെ ഡോക്ടറിനോട് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ എയർലൈൻ അല്ലെങ്കിൽ എയർ എങ്ങനെ ചെയ്യണമെന്നും എല്ലാം നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളും അതുപോലെ നമുക്ക് പേടിക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളുണ്ടല്ലോ, നമ്മളിപ്പം ചെയ്ത് പരിചയമില്ലല്ലോ ഇങ്ങനെ. അപ്പം എന്താണ് നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് സർജറി വരുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ സർജറി ചെയ്യാനുള്ള ആൾക്കാരും അതുപോലെ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഇത് കണ്ട എൻ്റെ മുടി ശരിക്കും പോയിട്ടുണ്ട്. ഇങ്ങനല്ലായിരുന്നു എൻ്റെ മുടി. എൻ്റെ ഓൾഡ് ലുക്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിൽ കൊടുത്തേക്കാം, ഇതിന് മേളിലായിട്ട് കൊടുത്തേക്കാം. എൻ്റെ ഓൾഡ് ലുക്ക് അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് ഈ ഹെയർ ഇല്ലാത്തവനെ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. കാര്യം നമ്മൾ ഇത് ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മളോട് ആൾക്കാർ പറഞ്ഞു വെച്ചാൽ നിനക്കിപ്പോൾ ഇത്ര വയസ്സായില്ല, നീ എന്തിനും ഇത് ചെയ്യുന്ന കാര്യം എന്താ, അങ്ങനെ ഒരു മൈൻഡ്. ഇപ്പം നമുക്കത് അത് പോയവനാണെങ്കിൽ പെണ്ണ് പോയാൽ പോലും ഇത്ര വിഷമമാണ്. ആ മാതിരി മാനസികമായിട്ട് തളർന്നായിരിക്കും നമ്മൾ നടക്കുന്നത്. അതിന് നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ മാതിരി ഡയലോഗ് പഠിക്കുന്ന അറിയാൻ പറ്റും. പോയതിനെ അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം എന്തായാലും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ്, ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങോട്ട് പോകുന്നത്, ഹോസ്പിറ്റലിൽ ചെല്ലുന്നതും ഡോക്ടറെ കാണുന്നതും A to Z ഡൗട്ടും കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ തരുമോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡോക്ടറിനോട് ചോദിച്ച് അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ ഗൈസ്, ഇത്ര ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, അപ്പം ജൂലൈ 8 തീയതിയാണ് എൻ്റെ സർജറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് എന്തായാലും ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും ഇനി വെയിറ്റ് ചെയ്യാൻ അല്ലാതെ ഇനി നമുക്ക് ചെയ്യാൻ ഒരു താല്പര്യം തോന്നാൻ വേണ്ടിയിട്ടും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്തേണ്ടവർക്കെല്ലാം ഈ വീഡിയോ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ റോഡ്സ് ഓഫ് കുവൈറ്റ് സൈനിങ് ഓഫ്. ബൈ.